ട്രാക്കിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നുവെന്ന മുന്നറിയിപ്പ് അവഗണിച്ചതാണ് കറുകുറ്റിയിലെയും കരുനാഗപ്പള്ളിയിലെയും ട്രെയിൻ അപകടങ്ങൾക്ക് കാരണമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപകടങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ റെയിൽവേക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ട് അടുത്ത ദിവസം കമ്മീഷന് കൈമാറും. കറുകുറ്റി കരുനാഗപ്പള്ളി ട്രെയിൻ അപകടങ്ങളെ തുടർന്ന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൊച്ചിയിൽ സിറ്റിംഗ് നടത്തിയത്. പരാതിക്കാരുടെയും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിശദീകരണം കേട്ട കമ്മീഷൻ റെയിൽവേ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ അവ്യക്തതകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ട്രാക്കിൽ വിള്ളലുകളുണ്ടെന്ന റെയിൽവേ ഡിവിഷണൽ എഞ്ചിനീയർമാരുടെ മുന്നറിയിപ്പ് അവഗണിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമായതെന്ന് പ്രാഥമികമായി വിലയിരുത്തിയെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞു. നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു. ആ നിലയിൽ ഒരു നെഗ്ലിജൻസ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വേണമെങ്കിൽ ആരോപിക്കാം. പക്ഷേ അതൊരു കൾപ്പബിൾ നെഗ്ലിജൻസ് ആണോ എന്ന് ഇവരുടെ മറ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ അത്തരം മുന്നറിയിപ്പ് റെയിൽവേക്ക് ലഭിച്ചിട്ടില്ലെന്നായിരുന്നു റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ട്രാക്കുകൾ സുരക്ഷിതമായിരുന്നെങ്കിൽ പിന്നെങ്ങനെയാണ് കറുകുറ്റി അപകടത്തിന് ശേഷം കരുനാഗപ്പള്ളിയിലും അപകടമുണ്ടായതെന്ന് കമ്മീഷൻ ചോദിച്ചു. ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ശനിയാഴ്ച പാലക്കാട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്യും. അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് സിനിമാ രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന കലാപരിപാടികളും ഉണ്ടാകും. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പാലക്കാടൻ കലകളുടെ അവതരണത്തോടെയാണ് 46ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങുകൾ ആരംഭിക്കുക. പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തയ്യാറാവുന്ന 4800 ചതുരശ്രടി വിസ്തീർണമുള്ള കൂറ്റൻ വേദിയിലാണ് പരിപാടികൾ. 48 അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. സംവിധായകൻ KG ജോർജിനുള്ള JC ഡാനിയൽ പുരസ്കാരമാണ് ആദ്യം നൽകുക. തിരുവനന്തപുരത്ത് നിന്ന് മാറി മറ്റു ജില്ലകളിലും അവാർഡ് വിതരണ ചടങ്ങ് സംഘടിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് സാംസ്കാരിക മന്ത്രി AK ബാലൻ പറഞ്ഞു. ഓരോ വർഷവും ഇങ്ങനെ മാറി മാറി ചലച്ചിത്ര പുരസ്കാര സമർപ്പണം നടത്തുന്നതായിരിക്കും നന്നാകുക. ഇപ്പം തന്നെ ഓരോ ജില്ലകളിൽ നിന്നും ഇതേ രൂപത്തിൽ മറ്റ് ജില്ലകളിലേക്കും അവസരം ലഭിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ചലച്ചിത്ര ലോകത്ത് 50 വർഷം പിന്നിട്ട മധു, KJ യേശുദാസ്, ശ്രീകുമാരൻ തമ്പി, ഷീല, ശാരദ, MK അർജുനൻ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കും. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടിയും ആദരമേറ്റുവാകും. ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന ഗാനമേള, നൃത്തസന്ധ്യ, കോമഡി ഷോ എന്നിവയും അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് വേദിയിലെത്തും. അനുബന്ധ പരിപാടികളും പ്രദർശനങ്ങളും ശനിയാഴ്ച വരെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാടൻ കാടുകളിൽ നിന്ന് തൃശൂർ മൃഗശാലയിലേക്ക് എത്തിച്ച കടുവ ചത്തു. സുൽത്താൻ ബത്തേരിയിൽ വനംവകുപ്പിന്റെ കെണിയിൽ കുടുങ്ങിയ 7 വയസ്സുള്ള പെൺകടുവയാണ് ചത്തത്. പിടികൂടുമ്പോഴേറ്റ പരിക്കുകളാണ് കടുവയുടെ ജീവന് വിനയായത്. വയനാട് സുൽത്താൻ ബത്തേരിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതിന് പിന്നാലെയാണ് വനംവകുപ്പിന്റെ കെണിയിൽ 7 വയസ്സുള്ള പെൺകടുവ പെട്ടത്. തുടർന്ന് കഴിഞ്ഞ ദിവസം കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിച്ചു. കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റിരുന്ന കടുവ അവശനിലയിലായിരുന്നു. പല്ലുകൾ കൊഴിഞ്ഞ നിലയിലായിരുന്നതിനാൽ പ്രത്യേക കൂട്ടിൽ പരിചരിച്ചു വരവെയാണ് കടുവ ചത്തത്. കൊണ്ടുവരുമ്പോൾ അതിന്റെ ഇടത് കൈയിൽ ഒരു ഇഞ്ചുറി കാണുന്നുണ്ടായിരുന്നു. അവിടെ നീരുണ്ടായിരുന്നു. പിന്നെ മുകളിലത്തെ ഒരു കോമ്പല് തേഞ്ഞ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്റേണലായിട്ട് ഇഞ്ചുറി വല്ലതും ഉണ്ടോയെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പറയാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ മാസം മൃഗശാലയിലെ ഏക പെൺകടുവ ഗൌരിയും രോഗം മൂലം ചത്തിരുന്നു. നിലവിൽ 3 ആൺകടുവകൾ മാത്രമാണ് തൃശൂർ മൃഗശാലയിൽ അവശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഴശ്ശിരാജാവിന്റെ ഓർമ്മയ്ക്കായി വയനാട്ടിലെ മാവിലാംതോട്ടിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നു. പഴശ്ശി വീരമൃത്യു വരിച്ച പ്രദേശത്ത് 12 വർഷങ്ങൾക്ക് മുൻപാണ് ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അഴിമതിയും അധികൃതരുടെ അവഗണനയും കാരണം സ്മാരക നിർമ്മാണം അനിശ്ചിതമായി നീളുകയാണ്. കേരള കർണാടക അതിർത്തിയിലുള്ള മാവിലാംതോടിന്റെ കരയിലാണ് പഴശ്ശി മരിച്ചു വീണതായി കരുതപ്പെടുന്നത്. ഇവിടെ പഴശ്ശിയുടെ ധീരസ്മരണയ്ക്കായി പ്രൗഢമായ ഒരു സ്മാരകം വേണമെന്ന ആവശ്യങ്ങളെ തുടർന്നാണ് 12 വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ പഞ്ചായത്ത് 2.5 ഏക്കർ സ്ഥലം വാങ്ങിയത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കൈമാറിയ സ്ഥലത്ത് 2013 പഴശ്ശി പ്രതിമയും 2 കെട്ടിടങ്ങൾ നിർമ്മിച്ചു. എന്നാൽ തുടർ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ അനാഥമായി കിടക്കുകയാണ് ഇപ്പോൾ ഈ സ്മാരകം. ഇതിൻ്റെ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദയനീയമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് പാസ്സായതാണ് ഈ ബിൽഡിങ്ങിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ലൈബ്രറി ആയിട്ട് ബിൽഡിംഗ് പണിതു. അവിടെ ഒരു പുസ്തകം പോലും ഇല്ല ഇപ്പം നിലവിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തൊരു ബിൽഡിംഗ് ഇതിൻ്റെ പണി കഴിഞ്ഞാറുണ്ട്. പിന്നെ മതിലിൻ്റെ പണി നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫണ്ട് തീർന്നെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. കൃത്യമായ പദ്ധതിയില്ലാതെയാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം നിർമ്മിച്ച ചുറ്റുമതിൽ പൊളിച്ച് വീണ്ടും ഉണ്ടാക്കി. കാര്യമായി പ്രയോജനപ്പെടുത്താതെയാണ് ഫണ്ടുകൾ ചെലവഴിക്കപ്പെട്ടത്. പഴശ്ശിയുടെ സ്മാരകവും അഴിമതി കൊണ്ട് നശിച്ച പദ്ധതികളിലൊന്നായി മാറുകയാണിവിടെ.
ന്യൂസ് ബ്യൂറോ, വയനാട്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന മകനെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് മനോവധ അനുഭവിക്കുകയാണ് കാസർഗോഡ് പടന്ന ഓരിയിലെ വൃദ്ധദമ്പതികളായ കുമാരനും ശാരദയും. 22 വർഷം മുമ്പ് നാട്ടിൽ നിന്നും ജോലി തേടി റിയാദിൽ പോയ ഇവരുടെ മൂത്ത മകൻ സതീശൻ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. കഴിഞ്ഞ 10 മാസമായി വീടുമായി ടെലിഫോൺ ബന്ധം പോലും ഇല്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മകനെ കണ്ടെത്താൻ റിയാദിലെ മലയാളികളുടെ സഹായം തേടുകയാണ് ജീവിത സഹായത്തിൽ ഈ ദമ്പതികൾ. കാസർഗോഡ് ചെറുവത്തൂർ ഓരിയിലെ കുമാരൻ ശാരദ ദമ്പതികളുടെ മൂത്ത മകനാണ് 48-കാരനായ സതീശൻ. നാട്ടുകാരനായ ഒരാളുടെ സഹായത്തോടെ 22 വർഷം മുമ്പ് സൗദി അറേബ്യയിലെ റിയാദിലെത്തിയ സതീശൻ അവിടെ ഒരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നതായുള്ള വിവരമേ വീട്ടുകാർക്കുള്ളൂ. ഫോൺ വിളിക്കുകയും എല്ലാ മാസം പണം അയക്കുകയും ചെയ്തിരുന്ന സതീശൻ പിന്നീട് ഒരിക്കൽ പോലും നാട്ടിലേക്ക് വന്നിട്ടില്ല. ഫോൺ ബന്ധവും ഇല്ലാതായിട്ട് കഴിഞ്ഞ 10 മാസമായി. പക്ഷാഘാതം വന്ന് തളർന്ന ശരീരവുമായി കഴിയുന്ന കുമാരന് മകനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം മാത്രമാണ് ശേഷിക്കുന്നത്. അവനെ നീ കാണുന്ന നിനക്ക് ആവശ്യമില്ല, പൈസയും വേണമെന്ന് എനിക്കുണ്ട്. രോഗിയായ അമ്മ ശാരദയും സഹോദരങ്ങളും നിറമഴികളോടെ സതീശനെ കാത്തിരിക്കുന്നു. കണ്ടാ മതി. സതീശൻ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് വീട്ടുകാർക്കറിയില്ല. നിലവിലുള്ള ഫോൺ നമ്പർ റിംഗ് ചെയ്യുമെങ്കിലും എടുക്കുന്നില്ല. റിയാദിലെ മലയാളി സംഘടനകളോ സാമൂഹ്യ പ്രവർത്തകരോ മകനെ കണ്ടെത്താൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വൃദ്ധദമ്പതികൾ. 22 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ പോയ മകനെ കാത്തിരിക്കുകയാണ് ഈ വൃദ്ധദമ്പതികൾ. കണ്ണടയ്ക്ക് മുമ്പ് മകൻ തിരിച്ചു വരണമെന്ന ഒരേയൊരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. കോൺഗ്രസ് അനുഭാവിയായ PSC ചെയർമാന് അനർഹമായ പെൻഷൻ അനുവദിച്ച് മുൻ സർക്കാർ ഉത്തരവ്. PSC ചെയർമാൻ KS രാധാകൃഷ്ണനാണ് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ഉയർന്ന പെൻഷൻ നൽകാൻ 2013 UDF സർക്കാർ ഉത്തരവിട്ടത്. വിരമിക്കൽ പ്രായം നിയമവിരുദ്ധമായി 1.5 വർഷം നീട്ടി നൽകുകയും ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പിൽ റീഡർ തസ്തികയിലിരിക്കെയാണ് ഡെപ്യൂട്ടേഷനിൽ KS രാധാകൃഷ്ണൻ കാലടി സർവകലാശാലയിൽ VC ആകുന്നത്. സർവീസ് 2.5 വർഷം ശേഷിക്കെ അദ്ദേഹം VC സ്ഥാനം ഒഴിഞ്ഞു. തുടർന്ന് മാതൃവകുപ്പിലേക്ക് മടങ്ങിപ്പോകാതെ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. ഇത് സർക്കാർ അനുവദിക്കുകയും ചെയ്തു. VC പദവിയിലിരിക്കെ അതേ തസ്തികയ്ക്ക് അനുസൃതമായ പെൻഷൻ ലഭിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നിയമാനുസൃതമല്ലാത്തതിനാൽ അന്നത്തെ LDF സർക്കാർ അത് തടഞ്ഞു. എന്നാൽ പിന്നീട് 2 വർഷവും 8 മാസത്തിനും ശേഷം UDF സർക്കാർ KS രാധാകൃഷ്ണനെ PSC ചെയർമാനാക്കി. വെറുതെ ഇരുന്ന കാലയളവും സർവീസ് ബ്രേക്കായി കണക്കാക്കി ഉയർന്ന പെൻഷൻ അനുവദിക്കുകയായിരുന്നു UDF സർക്കാർ. ഒപ്പം PSC ചെയർമാനായിരിക്കുന്ന കാലയളവും സർവീസായി പരിഗണിച്ചു. സർവീസ് ചട്ടങ്ങളുടെയും PSC ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമായിരുന്നു 2013 ജനുവരി 23 മന്ത്രിസഭാ തീരുമാനം. ഈ ഉത്തരവനുസരിച്ച് 30,000 രൂപയോളം പെൻഷൻ ലഭിക്കും. എന്നാൽ അർഹതപ്പെട്ട റീഡർ തസ്തികയിലെ പെൻഷനായിരുന്നെങ്കിൽ 23,000 രൂപയെ പെൻഷൻ ലഭിക്കുമായിരുന്നുള്ളൂ. അനർഹമായി ഉയർന്ന പെൻഷൻ ലഭിക്കുന്നതിനു വേണ്ടി KS രാധാകൃഷ്ണൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന് 2 തവണ അപേക്ഷ നൽകിയിരുന്നു. അനുകൂല തീരുമാനമെടുക്കാൻ മന്ത്രി ഉത്തരവിട്ടെങ്കിലും ധനകാര്യ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിമാർ ഇതിനെ എതിർക്കുകയും നിയമവിരുദ്ധമാണെന്ന് കുറിപ്പെഴുതുകയും ചെയ്തു. ഇതിനെ മറികടന്നാണ് കോൺഗ്രസ് അനുഭാവിയായ KS രാധാകൃഷ്ണനു വേണ്ടി UDF സർക്കാർ വഴിവിട്ട നീക്കം നടത്തിയത്. മുൻ സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിയില്ലെങ്കിൽ ലക്ഷങ്ങളുടെ അധിക ബാധ്യതയാവും സംസ്ഥാനത്തിനുണ്ടാവുക. KM ഉമേഷ്. BJP ഹർത്താലിൽ സംസ്ഥാനത്ത് വ്യാപക ആക്രമണം. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ സമരക്കാർ ആക്രമണം നടത്തി. മെഡിക്കൽ ഷോപ്പുകൾ അടക്കം തുറന്നു പ്രവർത്തിച്ച കടകൾ ബലമായി അടപ്പിച്ചു. തൃശൂരിൽ അഴീക്കോടൻ സ്മാരകം തകർത്തു. RSS ആക്രമണത്തിൽ പരിക്കേറ്റ മാധ്യമപ്രവർത്തകന് കേൾവി നഷ്ടമായി. BJP ഹർത്താലിൽ സംസ്ഥാനത്തുടനീളം വ്യാപക അക്രമങ്ങളാണ് ഉണ്ടായത്. ഹർത്താലിനോട് സഹകരിക്കാത്തവർക്കു നേരെ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ അഴീക്കോടൻ രാഘവൻ സ്മാരകം BJP പ്രവർത്തകർ അടിച്ചു തകർത്തു. അന്തരിച്ച CPIM നേതാവ് KK മാമുക്കുട്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ബോർഡുകളും പുകസ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ശില്പങ്ങളും പ്രവർത്തകർ തകർത്തു. കോഴിക്കോട് കുന്നമംഗലത്ത് വിവാഹ സംഘത്തെ കയ്യേറ്റം ചെയ്ത് അവർ സഞ്ചരിച്ചിരുന്ന കാർ തകർത്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ CPIM, DYFI, CITU കൊടിമരങ്ങളും പ്രചരണ ബോർഡുകളും നശിപ്പിച്ചു. കൊച്ചിയിലും സമാന സംഭവമുണ്ടായി. മൂന്നാർ, വാഗമൺ തുടങ്ങിയവിടങ്ങളിൽ വിനോദസഞ്ചാരികളെ ഹർത്താൽ ബുദ്ധിമുട്ടിലാക്കി. തൊടുപുഴ ലേബർ ഓഫീസ് അടപ്പിക്കാൻ ശ്രമിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് മറ്റു പ്രവർത്തകർ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മറയൂരിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച പ്രവർത്തകർ ഓട്ടോ തല്ലി തകർത്തു. കൊല്ലം തടവയിൽ വാഹനങ്ങൾ തകർത്തു. തിരുവനന്തപുരത്ത് DYFI പെരുന്താന്നി ലോക്കൽ കമ്മിറ്റിയുടെ ആംബുലൻസ് തകർത്ത് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു. വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞ പ്രവർത്തകർ ടയറിലെ കാറ്റൂരി വിടുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടുകയും ചെയ്തു. തുറന്നു പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തകർ ബലമായി അടപ്പിച്ചു.
BJP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലും ആക്രമണമുണ്ടായി. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച പ്രവർത്തകർ UNAയുടെ ക്യാമറ എറിഞ്ഞു തകർത്തു. രാജഗോപാൽ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണം. കോഴിക്കോട്, തൃശൂർ, ചേർത്തല തുടങ്ങിയവിടങ്ങളിലും മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്തുടനീളമുണ്ടായി. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് എല്ലായിടങ്ങളിലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. അതേസമയം ഹർത്താലിൽ KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും സ്വകാര്യ ഇരുചക്രവാഹനങ്ങൾ നിരത്തിലിറങ്ങി. പോലീസിന്റെയും മറ്റു സന്നദ്ധ സംഘടനകളുടെയും സമാന്തര സർവീസുകളും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹർത്താലിന്റെ മറവിൽ കണ്ണൂരിൽ SDPI പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. ആക്രമണത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് എന്നാണ് ആരോപണം. കണ്ണൂർ സിറ്റിയിൽ SDPI പ്രവർത്തകൻ ഫാറൂഖിനെ കുത്തിക്കൊന്നു. ഉച്ചയോടെയാണ് സംഭവം നടന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകനും സിറ്റി സ്വദേശിയുമായ അബ്ദുൾ റൌഫ് എന്ന കട്ടർ റൌഫാണ് ഫാറൂഖിനെ വെട്ടിയത്. AKG ആശുപത്രിയിലെത്തുമ്പോഴേക്കും ഫാറൂഖ് മരിച്ചിരുന്നു. SDPI നീർച്ചാൽ യൂണിറ്റ് പ്രസിഡന്റാണ് ഫാറൂഖ്. RSS ഹർത്താലിന്റെ മറവിൽ പ്രകോപനം സൃഷ്ടിക്കാനും കണ്ണൂരിൽ സംഘർഷാവസ്ഥ എന്ന ചിത്രമുണ്ടാക്കാനും മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കുന്നതാണ് ഫാറൂഖിന്റെ മരണത്തിലൂടെ കണ്ണൂർ കണ്ടത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. രാഷ്ട്രീയ കൊലപാതകങ്ങളെ പരിഹസിച്ച് നടൻ ശ്രീനിവാസൻ, ഇത്രയധികം കൊലപാതകം നടക്കുന്ന നാട്ടിൽ ജനിക്കാനായത് ഭാഗ്യമെന്ന് ശ്രീനിവാസൻ വിമർശിച്ചു. മറ്റൊന്നിലും ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കൊലപാതകങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ നമുക്ക് കഴിയണമെന്നും ഇക്കാര്യത്തിൽ കാശ്മീരിനോടാണ് നമ്മൾ മത്സരിക്കേണ്ടതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കേരളത്തിൽ ഇങ്ങനെ ജനിച്ച് ഇങ്ങനെ ജീവിക്കാൻ പറ്റുക പറയുന്നത് നല്ല ഭാഗ്യമല്ലേ? നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറത്തല്ലേ കൊലപാതകങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇത്രയൊന്നും നമ്മൾ വിചാരിച്ചല്ല, ഇത്രയൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. കുറച്ചൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത് വളർന്ന് പന്തലിക്കണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് കേരളം ഇതിൽ വരണം. കാരണം വേറെ കാര്യങ്ങളിലൊന്നും അധികം ഒന്നാം സ്ഥാനമില്ല. കാശ്മീരുമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. കൊച്ചി കാക്കനാട് ചിൽഡ്രൻസ് ഹോമിൽ പെൺകുട്ടികൾ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. 4 മണിക്കൂറത്തെ അനുനയ ശ്രമത്തിനൊടുവിൽ പെൺകുട്ടികൾ താഴെ ഇറങ്ങി. തങ്ങൾ കടുത്ത മാനസിക പീഡനങ്ങൾക്ക് ഇരയാകുന്നു എന്നതടക്കം നിരവധി പരാതികൾ കുട്ടികൾ MLA അടക്കമുള്ള അധികൃതർക്ക് എഴുതി നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ മാസം 16-ന് കുട്ടികളുമായി ചർച്ച നടത്തും. രാവിലെ 9:30യോടെയാണ് ചിൽഡ്രൻസ് ഹോമിലെ വാർഡന്റെയും കെയർ ടേക്കറുടെയും കണ്ണുവെട്ടിച്ച് 20 പെൺകുട്ടികൾ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ചിൽഡ്രൻസ് ഹോം ജയിൽ പോലെയാണെന്നും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തണമെന്നുമായിരുന്നു കുട്ടികളുടെ പ്രധാന ആവശ്യം. ഫയർഫോഴ്സും പോലീസും സാമൂഹ്യക്ഷേമ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി അനുനയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും താഴെയിറങ്ങാൻ കുട്ടികൾ കൂട്ടാക്കിയില്ല. പ്രശ്നങ്ങൾ എന്തായാലും പരിഹരിക്കാമെന്ന സ്ഥലത്തെത്തിയ MLA PT തോമസ്, ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള, ADM, അഡീഷണൽ ജില്ലാ ജഡ്ജി എന്നിവർ നൽകിയ ഉറപ്പിന്മേൽ 4 മണിക്കൂറിന് ശേഷം കുട്ടികൾ താഴെ ഇറങ്ങുകയായിരുന്നു. കുട്ടികൾ ഇവർക്ക് തങ്ങളുടെ പരാതി എഴുതി നൽകി. MLA PT തോമസ്: ഈ സ്ഥാപനത്തിൽ ചില പോരായ്മകളുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കണം എന്നൊരാവശ്യം കുട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി കുട്ടികളുടെ പഠനം മുടങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് തുടർന്ന് പഠിക്കണമെന്നുള്ള താല്പര്യം കുറേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. 1. 2, അവർക്ക് ഇവിടെ മറ്റ് കലാകായിക സൗകര്യങ്ങൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് രണ്ടാമത് അവർ ഉന്നയിച്ച കാര്യം. 3, പൂജാ ഹോളിഡേയ്സ് അടക്കമുള്ള കാര്യങ്ങൾ സമുചിതമായി ആഘോഷിക്കണമെന്ന് കുട്ടികൾക്ക് താല്പര്യമുണ്ടായിരുന്നു. കുട്ടികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി 16-ാം തീയതി ചിൽഡ്രൻസ് ഹോമിൽ വെച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ വിശദമായ യോഗം ചേരും. വീട്ടിൽ പോകണമെന്ന 5 കുട്ടികളുടെ ആവശ്യം അധികൃതർ അംഗീകരിച്ചു. കുട്ടികളോട് അപമര്യാദയായി പെരുമാറുന്ന 2 കെയർ ടേക്കർമാർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനമെടുത്തു. 3 ദിവസം മുമ്പ് ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് 6 കുട്ടികൾ ചാടിപ്പോയിരുന്നു. ഇവരിൽ മുഴുവൻ പേരെയും കഴിഞ്ഞ ദിവസം കണ്ടെത്തി തിരികെ എത്തിച്ചിരുന്നു. ഈ കേസിലും അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മെഡിക്കൽ പ്രവേശനം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ കരുണ മാനേജ്മെന്റുകൾ ലംഘിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണർ കോടതിയെ അറിയിച്ചതാണ് ഇക്കാര്യം. സ്പോട്ട് അഡ്മിഷനുമായി സഹകരിക്കാനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം കണ്ണൂർ മാനേജ്മെന്റ് പാലിച്ചില്ല. കരുണയിൽ യോഗ്യതയില്ലാത്ത 30 കുട്ടികൾക്ക് പ്രവേശനം നൽകിയെന്ന് കണ്ടെത്തിയതായും പ്രവേശന പരീക്ഷാ കമ്മീഷണർ കോടതിയെ അറിയിച്ചു. ഇക്കാര്യം സംബന്ധിച്ച് സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന സ്പോട്ട് അഡ്മിഷനിൽ പ്രവേശന നടപടികൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ കണ്ണൂർ കരുണ മാനേജ്മെന്റുകളോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവ് മാനേജ്മെന്റുകൾ ലംഘിച്ചതായാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് രേഖകൾ ഹാജരാക്കാനോ സഹകരിക്കാനോ തയ്യാറായില്ല. കരുണ മാനേജ്മെന്റ് പ്രവേശന നടപടികളിൽ കൃത്രിമം നടത്തിയതായി കമ്മീഷണർ കോടതിയെ അറിയിച്ചു.
അയോഗ്യരായ 30 കുട്ടികൾക്ക് മാനേജ്മെന്റ് പ്രവേശനം നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കമ്മീഷണർ ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിച്ചപ്പോൾ വിശദീകരിക്കാൻ മാനേജ്മെന്റുകൾ ശ്രമിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. അടുത്ത ബുധനാഴ്ചക്കകം നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. മെഡിക്കൽ പ്രവേശന നടപടികളിൽ കൃത്രിമം നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂരിലെയും കരുണയിലെയും പ്രവേശന നടപടികൾ ജെയിംസ് കമ്മിറ്റി നേരത്തെ തടഞ്ഞിരുന്നു. ഇതിനെതിരെ ഇരു മാനേജ്മെന്റുകളും സമർപ്പിച്ച ഹർജിയിലായിരുന്നു സ്പോട്ട് അഡ്മിഷനുമായി സഹകരിക്കാൻ ഹൈക്കോടതി മാനേജ്മെന്റുകളോട് നിർദ്ദേശിച്ചത്. ഈ ഉത്തരവ് മാനേജ്മെന്റുകൾ ലംഘിച്ചതായാണ് കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജനകീയ പങ്കാളിത്തത്തോടെ പണി പൂർത്തീകരിച്ച ചേതന ലാബിന്റെ ഉദ്ഘാടനം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ നിർവഹിച്ചു. ആരോഗ്യമേഖലയിലെ എല്ലാവിധ ചികിത്സാ രീതികളും ആധുനികവൽക്കരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജി സുധാകരൻ അധ്യക്ഷനായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ ലാബ് സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപം ചേതന ജനകീയ ലാബ് പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അതിനോടൊപ്പം ഒരു രോഗിയുടെ വിവരം കൃത്യമായി രേഖപ്പെടുത്തുന്ന സമ്പ്രദായങ്ങളിൽ അത് പരസ്പരം ബന്ധപ്പെടാനും ഡോക്ടർമാർക്ക് കൈമാറാനും ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ തേടാനും ഉപകരിക്കും. അമ്പലപ്പുഴ പാലിയേറ്റീവ് സൊസൈറ്റിയാണ് ലാബിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ചടങ്ങിൽ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. വൃത്തിഹീനമായ പ്രദേശങ്ങൾ, റോഡുകളിലെല്ലാം വൃത്തികേട് സാധനങ്ങൾ ഡംപ് ചെയ്തിരിക്കുകയാണ്. ആശുപത്രി മൈതാനങ്ങൾ വൃത്തികേട് കാണിക്കുകയാണ്. കഴിഞ്ഞ 4-5 വർഷത്തെ അനുഭവമാണ്. അത് വളരെ കൂടിപ്പോയി, ചോദിക്കാതെ പറയാനാണില്ല. സാധാരണ ലാബുകളിൽ നിന്നും 30% മുതൽ 70% വരെ കുറഞ്ഞ നിരക്കിലാണ് ലാബ് പ്രവർത്തിക്കുക. ലാബിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉച്ചയ്ക്ക് 3:30 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ആലപ്പുഴയിലെത്തിയത്. വൈകിട്ട് കായംകുളത്ത് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വല സ്വീകരണത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കരയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉള്ളിയെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഉള്ളിയിൽ ഔഷധ ഗുണങ്ങൾ ഏറെയാണ് എന്നത് തന്നെയാണ് ഇതിന് കാരണം. ആരോഗ്യ സംരക്ഷണത്തിന് ഉള്ളി അത്യന്താപേക്ഷിതമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കണ്ണു നിറയ്ക്കുന്ന ഉള്ളിയെ പലരും ഇഷ്ടപ്പെടാറില്ല. ഉള്ളിയുടെ ഗന്ധം മൂലം ഒരകലം പാലിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. പാചകം ചെയ്യുമ്പോൾ സവാളയുടെയും ഉള്ളിയുടെയും പല ഗുണങ്ങളും നഷ്ടമാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളി പച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമം. ഹൃദയത്തെ കാക്കുക മാത്രമല്ല, ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാനും ഉള്ളിക്ക് കഴിവുണ്ടെന്നതാണ് പ്രധാന കാരണം. പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ ഒന്നാണ് സവാള. ഉള്ളി ചേർത്ത് സാലഡുകൾ ശീലമാക്കാം. ഇൻസുലിന്റെ നിർമ്മാണം കൂട്ടുന്നതിനും ഉള്ളി സഹായകമാണ്. ഉള്ളിയിൽ ആവശ്യത്തിലധികം സൾഫർ അംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൾസർ, ക്യാൻസർ വളർച്ചകൾ ഇല്ലാതാക്കാൻ സാധിക്കും. കൂടാതെ ഉള്ളി കഴിക്കുന്നത് ബാക്ടീരിയകൾക്കെതിരെ പോരാടാനും യൂറിനറി ഇൻഫെക്ഷൻ തടയാനും സഹായകമാണ്. പലതരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തമ പ്രതിവിധിയാണ് ഉള്ളി കഴിക്കുന്നത്. ഉള്ളി കഴിക്കുന്നതിലൂടെ കുടലുകളിലെ മാലിന്യങ്ങളും വിഷാംശങ്ങളും പുറന്തള്ളുമെന്നതിനാൽ മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുമില്ല. തൊണ്ടകാറലിനും പനിക്കും വേദനയ്ക്കുമെല്ലാം പഴമക്കാർ ആശ്രയിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് ഉള്ളി. നിത്യേന ഉള്ളി കഴിക്കുന്നത് കൊളസ്ട്രോൾ നിരക്ക് കുറയ്ക്കാൻ സാധിക്കും. പച്ച ഉള്ളി ശീലമാക്കിയാൽ ഹൃദയരോഗങ്ങൾ അകത്തു നിൽക്കും. രക്തധമനികൾ രോഗത്തിന് അടിമപ്പെടാതെ സൂക്ഷിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദം ഇല്ലാതാക്കുന്നതും ഉള്ളി കഴിക്കുന്നത് മൂലം സാധ്യമാകും. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണയോടെ വിജയിച്ച VR സിനിയോട് തൽസ്ഥാനം രാജിവെക്കാൻ KPCC നിർദ്ദേശം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് DCC പ്രസിഡന്റ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. UDFന് പുറത്തുള്ള കക്ഷികളുമായി ഒരു തരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് സഖ്യമോ ധാരണയോ പാടില്ലെന്ന തീരുമാനം ലംഘിച്ചത് ഗൗരവതരമായ വീഴ്ചയാണെന്നും പാർട്ടി കൗൺസിലർമാർ നയപരമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് DCCയുമായി ആശയവിനിമയം നടത്തണമെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ നിർദ്ദേശിച്ചു. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഓൺലൈൻ വഴി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വിൻസൻ അമ്പോൾ. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും വിവരാവകാശ കമ്മീഷണർ വ്യക്തമാക്കി. വിജിലൻസ് തന്നെ വേട്ടയാടുന്നില്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിനോട് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് തന്നത്. തീർച്ചയായിട്ടും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനമാക്കാം. അപ്പോൾ അത് അദ്ദേഹമായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. ആയിട്ടില്ല, ഇതേവരാരും ജോയിൻ ചെയ്തിട്ടില്ല.
കോൺഗ്രസിനെതിരെ കടുത്ത നിലപാടുമായി മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വിഷയങ്ങളിലും നിയമസഭയിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരെയാണ് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ ലീഗിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ഈ മാസം 15-ന് ചേരും. ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഉൾപ്പെടെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകളോട് മുസ്ലിം ലീഗ് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. തീവ്രവാദത്തിനെതിരായ നടപടികളുടെ പേരിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാണ് ലീഗിന്റെ പരാതി. BJP പല നിലയിലും ശക്തിപ്പെടാൻ നോക്കുകയാണ് സ്റ്റേറ്റിൽ. അത് UDF കാണണം. UDF അതും ചർച്ച ചെയ്യണം. വോട്ട് LDFനെ മാത്രം കണ്ടു പോയിട്ട് കാര്യമില്ല. അപ്പോൾ BJP ശക്തിപ്പെടാൻ നോക്കുന്ന ഒരു സാഹചര്യം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് BJP ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കാണണം. ഏക സിവിൽ കോഡ് വിഷയവും മുസ്ലിം ലീഗ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. സംസ്ഥാന നിയമസഭ നിരന്തരമായി സ്തംഭിപ്പിക്കുന്നതിനോടും ലീഗിന് യോജിപ്പില്ല. സ്വാശ്രയവും ബന്ധുനിയമനവും മാത്രമല്ല സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങൾ. ജനകീയ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരമൊരുക്കണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ PK കുഞ്ഞാലിക്കുട്ടി, KPA മജീദ്, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിക്കാൻ തീരുമാനിച്ചു. ശനിയാഴ്ച കോഴിക്കോട്ടാണ് യോഗം. കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയിൽ നേരത്തെ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്ന ലീഗ് പരാതിയുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവാദ നിയമനം ചീഫ് സെക്രട്ടറി അന്വേഷിക്കാൻ മന്ത്രിസഭാ തീരുമാനം. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണം നടത്തും. നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാകും. റിപ്പോർട്ടുമായി ഇന്നത്തെ നാട്ടുവാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. വിവാദ നിയമന വാർത്ത വന്ന ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗമായതിനാൽ നിയമന വിഷയം തന്നെയായിരുന്നു മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന അജണ്ട. നിയമനങ്ങളിലെ സ്വജനപക്ഷപാതം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമനങ്ങളെ സംബന്ധിച്ച് ഉയർന്നുവന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് നൽകിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തസ്തികകളിലെ നിയമനങ്ങൾക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. ദേശീയ തലത്തിലടക്കമുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ടായിരിക്കും ഇനി മുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നേടുന്നവർക്കും വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ലോക്കൽ ഗവൺമെന്റ് കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.